ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സോഫ്റ്റ് ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരിയാണ്. രണ്ട് സൈഡിലും ബോർഡറായിട്ട് പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതേ ഡിസൈൻ തന്നെ വരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിപ്പോൾ ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ടല്ലേ, ഇതുപോലെ തന്നെ പോൾക്ക ഡോട്ട്സിൻ്റെ ബോഡി പാർട്ടുള്ള, അപ്പോൾ രണ്ട് റേറ്റിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ഇങ്ങനെയാണിത് ഈ മെറ്റീരിയൽ വരിക. ഇതുണ്ടോ, ചെറിയ ലൈൻസ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഒരു ആൻറ്റി ഗോൾഡ് ഷെയ്ഡിലുള്ള ലൈൻസ് ഈ സാരിയിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് പീസ്. ഇതേ ഡിസൈനിലാണ് വരിക. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. ട്രാൻസ്പെറൻ്റ് അല്ല. ഇത് കണ്ടോ, ഞാനിത് 1 ലെയറായിട്ടാണ് എടുത്തത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരി. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. ഇങ്ങനെയാണിത് വരിക. മറ്റൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ആൻറ്റി ഗോൾഡ് ബോർഡർ ആട്ടോ. അതുപോലെ ഇത് സാരിയിൽ ഫുള്ളായിട്ടും ആ ലൈൻസ് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980 ഇത് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിലും നിറയെ ഈ ഡിസൈൻ തന്നെ, ഇപ്പം നമ്മുടെ ഈ പല്ലുവിലുള്ള അതേ ഡിസൈൻ തന്നെ ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാം. ഗ്രീൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാ സാരി ഡിസൈൻ എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രമേ മാറ്റമുള്ളൂ. എല്ലാത്തേലും ഈ ബോർഡർ ഇങ്ങനെ വന്നിരിക്കുന്നു. അതുപോലെ പല്ലു ഇതേ ഡിസൈനിൽ തന്നെയാണ് വരിക. ഇതേ ഡിസൈൻ തന്നെ നമ്മുടെ ബ്ലൗസ് പീസിലും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരിക. ബോഡി പാർട്ട് സെയിം തന്നെ, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് 1 ലെയറായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റായിട്ടും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നതും 1980 റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ടും ഗോൾഡൻ ആൻറ്റി ഗോൾഡ് ലൈൻസ് ഈ സാരിയിൽ ഫുള്ളായിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കിത് അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയലൊന്നുമല്ല. നമുക്കിത് വെയർ ചെയ്യാൻ 1 ലെയറായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ്സാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയിലാണിത് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഈ പല്ലുവിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസ് പീസായിട്ടും വരുന്നത്. റേറ്റ് വരുന്നത് 1980. ഇതാണ് മറ്റൊരു ഷെയ്ഡിൽ വന്നിരിക്കുന്നത്. എല്ലാം ഈ ടിഷ്യൂവിലാണ്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ തിളക്കമുള്ള അങ്ങനെ ഒരു രീതിയല്ല ഇതിനെ കാണേണ്ടത്. പക്ഷേ ഇതിന് ആൻറ്റി ഗോൾഡിലാണ് ഇതിൻ്റെ ഈ ബോർഡറും വരിക. അതുപോലെ ഈ ലൈൻസും വരുന്നത് ആൻറ്റി ഗോൾഡ് ലൈൻസാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വരുന്നു. ഇങ്ങനെയാണ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. അതേപോലെ തന്നെ ബ്ലൗസ് വരുന്നു. അതുപോലെ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ആ ലൈൻസും വരുന്നു. രണ്ട് സൈഡിൽ ബോർഡർ വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ. ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ ചെറിയ ലൈൻസായിട്ട് ഫുള്ളായിട്ടും വരുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. പല്ലു ഇങ്ങനെയും വരുന്നു. ഞാനിത് 1 ലെയറായിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ബോഡി പാർട്ട് വരുന്നത്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇത് വിത്ത് ബ്ലൗസായിട്ട് വരുന്നു. ഇതും ടിഷ്യൂവിൽ തന്നെ ഈ സാരി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ പോൾക്ക ഡോട്ട്സ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2195 ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇത് പ്ലെയിൻ ആണ്. പക്ഷേ ഈ പ്ലെയിനിൽ ചെറിയ ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ആൻറ്റി ഗോൾഡ് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും വരുന്നുണ്ട്.
ഇങ്ങനെ ബോർഡറും വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നിറയെ പോൾക്ക ഡോട്ട്സാണ്. 2 സൈഡിലും ബോർഡർ വരുന്നു. ആൻറ്റി ഗോൾഡിലാണ് ഇതിൽ ഈ ബോർഡറിൽ വരുന്ന ഡിസൈൻ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരിക. പല്ലു, ഇതാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് അതേ ഡിസൈൻ, ഈ പല്ലുവിലുള്ള അതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. റേറ്റ് വരുന്നത് 2195. റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നിറയെ പോൾക്ക ഡോട്ട്സ് തന്നെ, 2 സൈഡിലും ബോർഡർ. ആ ബോർഡറിൽ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് കേട്ടോ 1 ലെയറായിട്ട് തന്നെ ഞാൻ ഈ സാരി ഇട്ടിരിക്കുന്ന. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നു. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ മൈന്യൂട്ടായിട്ടൊരു ലൈൻസും കൂടി ഉണ്ട്. അത് ഈ മെറ്റീരിയലിൽ എല്ലാം ഉണ്ട്. ആ മൈന്യൂട്ടായിട്ടൊരു ലൈൻ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടാലും ഭംഗിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബോർഡറിൽ ഇങ്ങനെയും കൂടെ വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇതാണ് മറ്റൊരു ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ല് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് ചെറിയ ലൈൻസ് അതിൽ വരുന്നുണ്ട്. സൈഡിൽ സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2195. അപ്പോൾ ഞാൻ ഈ സാരിയുടെ പല ടൈപ്പ് കാണിച്ചു, പല ഷെയ്ഡുകൾ. അപ്പോൾ 2 റേറ്റിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്കൊരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.